എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയെക്കുറിച്ചാണ്. അതിന് മുൻപ് എൻ്റെ 213 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. ഷാഹിദ് കബീർ തിരക്കഥ എഴുതി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. കുഞ്ചാക്കോ ബോബൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് ചിത്രമായി കണക്കാക്കാം. സിനിമയിലേക്ക് വന്നാൽ അമിത ദേഷ്യം വിനയായതിനാൽ DYSP റാങ്കിൽ നിന്ന് CIയിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് ഹരിശങ്കർ എന്ന പോലീസ് ഓഫീസർ. അതിൻ്റെ ഫലമായി ലഭിച്ച സസ്പെൻഷന് ശേഷം അയാൾ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അതോടൊപ്പം പേഴ്സണൽ ലൈഫിൽ സംഭവിച്ച ചില ട്രാജഡികളുടെ ട്രോമയും അയാളെ പിന്തുടരുന്നുണ്ട്. അത് അയാളെ പഴയതിലും വയലൻ്റ് ആക്കി തീർത്തിരിക്കുന്നു. കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു വന്യമൃഗത്തിൻ്റെ ക്രൗര്യം ആദ്യ സീനുകളിൽ നമുക്ക് കാണാം. കുഞ്ചാക്കോ ബോബനെ ഇത്രയും റഫായി മറ്റൊരു സിനിമയിലും നമ്മൾ കണ്ടിട്ടില്ല. ആ സാഹചര്യത്തിൽ അയാൾ ഒരു മുക്കുപണ്ടം പണയം വെച്ച ഒരു കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കേണ്ടി വരികയാണ് CI ഹരിശങ്കറിന്. പുറമെ നിസാരമെന്ന് തോന്നാവുന്ന ആ കേസിൻ്റെ പിന്നാലെ അയാൾ എത്തിപ്പെടുന്നത് ഡ്രഗ്സിൻ്റെയും ക്രൈമിൻ്റെയും മറ്റൊരു ലോകത്തേക്കാണ്. സമൂഹത്തിൽ ഇന്ന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന നിരവധി കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ചെറുതായി പരാമർശിച്ചതും എനിക്ക് പ്രധാനമായി തോന്നിയതുമായ ഒന്നാണ് പോക്സോ കേസിനെ കുറിച്ചുള്ളത്. പോക്സോ കേസിന് അറസ്റ്റിലാകുന്നവർ അവർ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ പോരാ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത ഒന്നിലധികം തവണ പലപ്പോഴായി നിങ്ങളും വായിച്ചിട്ടുണ്ടാവുമല്ലോ. മതിയായ ശിക്ഷ ലഭിക്കുന്നുണ്ടെങ്കിൽ അവരും അതേ താല്പര്യമുള്ളവരും അത്തരത്തിലുള്ള ക്രൈം ആവർത്തിക്കാതിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയുള്ളത് അടുത്ത കാലത്തായി സ്കൂൾ കോളേജ് കുട്ടികളെ വ്യാപകമായ ഡ്രഗ്സ് മാഫിയയെക്കുറിച്ചാണ്. വളരെ സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളുള്ളവർ പോലും അവരുടെ പിടിയിലകപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയാതെ വലയുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ സ്വന്തം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വികാരവിക്ഷോഭങ്ങൾ അടക്കി സംയമനത്തോടെ കാര്യങ്ങളെ സമീപിക്കണമെന്നൊരു ചിന്ത കൂടി സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത് ഇതിൽ സെക്ഷുവൽ അബ്യൂസിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെക്കുറിച്ചാണ്. ഇതിൽ ഒരാളെ പോലും നിർബന്ധിച്ച് ചെയ്യിച്ചതല്ല, അവർ മനസ്സോടെ പ്രണയത്തിൻ്റെ പേരിൽ വഴങ്ങുന്നതാണ്. ഞാനൊരു കോളേജ് അധ്യാപികയാണ്. പുതുതായി ജോയിൻ ചെയ്ത ഡിഗ്രി കുട്ടികൾ 18-19 വയസ്സുള്ള കുട്ടികളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, ശരീരം ആവശ്യപ്പെട്ടുകൊണ്ട് ആര് സമീപിച്ചാലും അത് പ്രണയമല്ല എന്ന് ഞാൻ പറയാറുണ്ട്. ലൈഫ് ലോങ് കൂടെ ഉണ്ടാവേണ്ട ആളുടെ സ്വഭാവം തൻ്റേതുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു കാലമാണ് പ്രണയകാലം. സെക്സ് എന്ന് പറയുന്നത് ഈ സമയത്ത് അനാവശ്യമാണ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ചിലരൊക്കെ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം കുട്ടികളും അതിപ്പോൾ അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞ് അവരതങ്ങ് തള്ളിക്കളയും. അങ്ങനെ തള്ളിക്കളയുന്ന ചില കുട്ടികളെക്കുറിച്ച് ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓർത്തു. പിന്നീട് ഇതിൽ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. സമാധാനമായി കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഒരു കാലത്തും മറക്കാൻ സാധ്യതയില്ലാത്ത കാഴ്ചകളിൽ കൂടിയും അനുഭവത്തിൽ കൂടിയുമൊക്കെയാണ് അവൾ കടന്നു പോകുന്നത്. വളരെ ഗംഭീരമായ അഭിനയമാണ് ആ കുട്ടീനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. അതേപോലെ റിയൽ ലൈഫിൽ അനുഭവിക്കേണ്ടി വരുന്ന എത്ര പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും എന്നാലോചിച്ചപ്പോൾ ഒരുപാട് വിഷമവും തോന്നി. ഹരിശങ്കറിൻ്റെ ഭാര്യയായി അഭിനയിച്ചത് പ്രിയാമണിയാണ്. അതോടൊപ്പം ജഗദീഷ്, സിനിമയുടെ ഡയറക്ടറായ ജിത്തു അഷ്റഫ്, വിശാഖ് നായർ, റംസാൻ, അവരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്തു. വിശാഖ് നായറിൻ്റെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ചിത്രത്തിൽ കണ്ടത്. ഇത് എന്ന് വെച്ചാൽ ഹരിശങ്കറിൻ്റെ കഥാപാത്രത്തിന് ഒപ്പം നിൽക്കുന്ന ഒരു കിടിലൻ വില്ലൻ ആയിരുന്നു വിശാഖ് നായർ. റംസാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. റംസാൻ്റെ ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ റോളിലേക്ക് റംസാനെ കാണാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വഭാവത്തിൽ വയലൻസും അതോടൊപ്പം പെട്ടെന്ന് പാനിക്കായി ദുർബലനായി പോകുന്നൊരു സ്വഭാവവും ഹരിശങ്കറിനുണ്ട്. ഇത് രണ്ടും തന്മയത്വത്തോടെ അവതരിപ്പിച്ചു എന്നതാണ് കുഞ്ചാക്കോ ബോബൻ ഇതുവരെ ചെയ്തിട്ടുള്ള മറ്റു പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് ഹരിശങ്കറിനെ വ്യത്യസ്തനായിട്ട് നിർത്തുന്നത്. ഈ ചിത്രത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഒരു മോർച്ചറി രംഗത്തെ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അത് കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്നൊരു മുറുക്കം നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. കാരണം ഇൻ്റർവെൽ സമയത്ത് തന്നെ വില്ലന്മാരാരാണെന്നും നായകൻ വില്ലന്മാരെ കീഴ്പ്പെടുത്തും എന്നും ഒക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് കുറ്റവാളികൾ കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ കൂടി വെളിവാക്കുന്നുണ്ട്. അതിൽ പുതുമയുണ്ട്. ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ ഹരിശങ്കർ എത്തി നിൽക്കുന്ന അതേ പോയിന്റിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു ചിത്രത്തിലെ പോലീസ് കഥാപാത്രം എത്തിയ ഒരു ഓർമ്മയും വന്നു. എന്തായാലും ലഹരിമരുന്ന്, പോക്സോ, ബലാത്സംഗം തുടങ്ങിയവയ്ക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ നൽകുന്ന ശിക്ഷ പോരാ എന്ന് തന്നെയാണ് ചിത്രം പറഞ്ഞു വയ്ക്കുന്നത്. വയലൻസിനെ ഉത്സവമാക്കുന്ന സമീപകാല ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം രംഗങ്ങൾ കൈയടക്കത്തോടെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നൊരു സമാധാനം തോന്നി. റോബിൻ വർഗീസ് രാജാണ്
ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. രാത്രി റബ്ബർ തോട്ടത്തിലൂടെയുള്ള ഒരു ചേസിംഗ് രംഗമൊക്കെയുണ്ട് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചമൻ ചാക്കോ എഡിറ്റിങ്ങും ജെയ്ക്സ് ബിജോയ് പശ്ചാത്തല സംഗീതവും നിർവഹിച്ചിട്ടുണ്ട്. സാധാരണ ജെയ്ക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതത്തിലൊക്കെ ഞാൻ എല്ലാ ഭാഗങ്ങളും ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇത് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഫുള്ള് കഥയിലായിപ്പോയി. സിനിമയിലും അതുപോലെ തന്നെ ഹരിശങ്കറിൻ്റെ അഭിനയത്തിലും ഒക്കെ ആയിപ്പോയി. അത്രയും അപ്പോൾ എല്ലാവരും ഇത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും അപ്പോൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. റിവ്യൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പ്രോത്സാഹിപ്പിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഒന്ന് ഷെയർ ചെയ്ത് 10 പേരുടെ അടുത്തേക്ക് ഇതൊന്ന് എത്തുക. നിങ്ങൾ തന്നെ നോക്കുമ്പോൾ അറിയാം, വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ഒരിക്കൽ കൂടി നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ മറ്റൊരു സിനിമയുമായിട്ട് പിന്നീട് വരാം.